നമ്പേഴ്സ് വിത്ത് രഞ്ജിത്ത് ഇതിൻ്റെ ആദ്യത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സാധാരണക്കാർക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ ഇവിടെ നടക്കുന്ന കറണ്ട് അഫെയർസ്, അതിൽ എക്കണോമിക് ഫൈനാൻഷ്യൽ മാറ്റേഴ്സിനെ പറ്റിയുള്ള ഒരു അവലോകനം, ഒരു ചെറിയ തോതിൽ നമ്മളൊരു ശ്രമമാണ്. ഇത് റെഗുലറായിട്ട് ഒരു ആഴ്ചയിലൊരിക്കലൊക്കെ ഇതുപോലെ നിങ്ങളുമായി സംവാദം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഇത് ഒരു തുടക്കം എന്നുള്ള നിലയിൽ ഇത് ആദ്യത്തെ എപ്പിസോഡിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം. ഇന്ന് നമ്മളെല്ലാവരും സംസാരിക്കുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് ഗോൾഡിൻ്റെ അല്ലെങ്കിൽ സ്വർണത്തിൻ്റെ വിലക്കയറ്റത്തെ പറ്റിയാണ്. ആ വിലക്കയറ്റം എന്തുകൊണ്ടാണ്, അതിൻ്റെ ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂ, പോസ്റ്റ് വാർ ഇഷ്യൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല കാര്യങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്ക് കുറച്ച് അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാം. അതുപോലെ നമ്മുടെ ഒരു സ്വർണത്തോടുള്ള ഒരു പ്രതിപത്തി അല്ലെങ്കിൽ ഒരു ആസക്തി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. നമ്മളിപ്പോൾ കുറച്ചു കാലം മുന്നോട്ട് പോകുമ്പോൾ എങ്ങനെയാണ് US ഡോളർ ഒരു ഗ്ലോബൽ കറൻസി ആയിട്ട് മാറിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഈ US ഡോളർ എനിക്ക് തോന്നുന്നത് 1944 ബ്രെട്ടൺ വുഡ്സ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ലോകത്തെ എല്ലാ പ്രബലമായ രാജ്യങ്ങളും ചേർന്നൊരു കരാറുണ്ടാക്കി. അതിനകത്ത് ഒരു US ഡോളർ ആയിരിക്കും ഒരു കോമൺ ആയിട്ടുള്ള വിനിമയത്തിനുള്ള ഒരു മാധ്യമം, ഒരു കറൻസി എന്നുള്ളത് തീരുമാനിക്കുകയുണ്ടായി. അതിൻ്റെ കാരണം, അന്ന് അമേരിക്ക പറഞ്ഞു നിങ്ങളുടെ ഒരു ഔൺസ് ഗോൾഡിന് $35 എന്നുള്ള നിരക്കിലൊരു വിനിമയം. അപ്പോൾ അത് ഗോൾഡ് ബാക്ക്ഡായി. സ്വർണത്തിൻ്റെ ഒരു സപ്പോർട്ട് ഈ കറൻസിക്ക് കൊടുക്കാൻ പറ്റി. അപ്പം ഒരു ഔൺസ് ഗോൾഡിന് $35 എന്നുള്ള നിരക്കിൽ നിങ്ങൾ ഏത് സമയവും തിരിച്ച് ഒരു ഡോളർ തിരിച്ചു കൊണ്ട് തന്നാൽ, $35 കൊണ്ട് തന്നാൽ അതിനുള്ള സ്വർണം നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ ഒരു കരാറിൽ എത്തിക്കഴിഞ്ഞ ശേഷമാണ് ഗോൾഡിൻ്റെ ഒരു ഗോൾഡ് സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറയുന്ന ഒരു ഉപയോഗം ഉണ്ടായത്. പക്ഷേ ഇതൊരു 71 വരെ നടന്നുള്ളൂ. അപ്പോഴാണ് റിച്ചർഡ് നിക്സൺ പ്രസിഡൻ്റ് ആയിരുന്നപ്പോൾ പല രാജ്യങ്ങളും, എനിക്ക് തോന്നുന്നു മോസ്റ്റ്ലി ഫ്രാൻസ് ആണെന്ന് തോന്നുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്ന ഡോളറൊക്കെ കൊടുത്തിട്ട് ഞങ്ങളുടെ സ്വർണ്ണം ഇങ്ങനെ തന്നേക്കെന്ന് പറഞ്ഞ സമയത്താണ് യൂണിലാറ്ററലായിട്ട് ഈ ഗോൾഡ് സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ ഗോൾഡ് ബാക്ക്ഡ് ഡോളർ എന്ന് പറയുന്ന ഇതിൽ നിന്ന് വിഡ്രോ ആയി. അപ്പോൾ നിക്സൺ ഷോക്ക് എന്നാണ് പലപ്പോഴും പറയുന്നത്. നിങ്ങൾക്ക് ഈ ഇപ്പോഴത്തെ മാധ്യമങ്ങളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അത് മനസ്സിലാവും, നിക്സൺ ഷോക്ക് എന്ന് പറയുന്നതിൻ്റെ കൂടുതൽ കഥകൾ. അപ്പോൾ ഇപ്പോൾ ഇത് കഴിഞ്ഞ ഉടനെ ഹെൻറി കിസിഞ്ചർ അദ്ദേഹം ഒരു മാസ്റ്റർ സ്ട്രോക്ക് നടത്തിയെന്നാണ് പറയപ്പെടുന്നത്. അതായത് നേരെ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യങ്ങളിലേക്ക് പോയി, സൗദിയും ഒപ്പെക്കും ഒക്കെ ആയിട്ട് അവിടെ നിന്ന് ഒരു ഡോളറിൽ മാത്രമേ എണ്ണ വിൽക്കാവുള്ളൂ എന്ന് പറയുന്ന ഒരു കരാറിൽ ഏർപ്പെട്ടു. ഈ കരാറിൽ ഏർപ്പെടുമ്പോൾ ഡിമാൻഡ് ആൻഡ് സപ്ലൈ ആണ്. അപ്പം എണ്ണ വാങ്ങിക്കുമ്പോൾ അത് ഡോളറിലേ വാങ്ങിക്കാനൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞാൽ നാച്ചുറലി US ഡോളറിന് ഒരു ഡിമാൻഡ് ഉണ്ടായി. അപ്പോൾ അതിന് പെട്രോ ഡോളർ എന്ന് പറയുന്നതിൻ്റെ ലെവലിലോട്ടെത്തി. അപ്പോൾ ഇങ്ങനെയാണ് ഒരു US ഡോളറിൻ്റെ പ്രാമുഖ്യം ഉണ്ടായത്. കാരണം എനർജി എല്ലാവർക്കും വേണം, US ഡോളർ ഉണ്ടെങ്കിൽ മാത്രമേ ഓയിൽ വാങ്ങിക്കാനൊക്കെ ഉള്ളൂ. അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിൽ വലിയ തോതിലുള്ള ഡിമാൻഡ് ഉണ്ടായി. അതുകൊണ്ട് അതിൻ്റെ മൂല്യം കൂടിക്കൊണ്ടിരുന്നു. എന്നാൽ ഗോൾഡ് ഇതിൽ നിന്ന് മാറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്നത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് ഈ കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ ഗോൾഡിനെ മറന്നെങ്കിലും ഇപ്പോൾ ഒരു ബ്രിക്സിൻ്റെ മറ്റുമൊക്കെ വരവും, ഈ 22 റഷ്യ ഉക്രൈൻ വാർ സമയത്ത് റഷ്യയിൽ നിന്നും നമ്മൾ എണ്ണ വാങ്ങിക്കരുത്, അതിൻ്റെ സാങ്ഷൻ ഉണ്ടാവും എന്നൊക്കെ പറയുമ്പോൾ ഈ പറയുന്ന ഡോളർ ഡിപ്പെൻഡൻസിയിൽ നിന്ന് മാറണം എന്നുള്ളൊരു ചിന്ത ആളുകൾക്കുണ്ടായി. എപ്പോഴൊക്കെയാണോ ഡോളറിനെ ത്രട്ടൺ ചെയ്തിരുന്നത് ആ സമയത്ത് മുഴുവൻ
ആ രാജ്യത്തിനെ എങ്ങനെ ഏതാണോ ആ ത്രെട്ട് വന്നിരുന്ന രാജ്യം ആ രാജ്യത്തിനെ ഇല്ലാതാക്കുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഭരണാധികാരികളെ ഇല്ലാതാക്കുകയോ ലിബിയ ആകട്ടെ ഇറാഖാകട്ടെ ഇങ്ങനെയുള്ള രാജ്യങ്ങളെയൊക്കെ അമേരിക്ക ആക്രമിക്കുകയും അതിനെ ഒരു ശിഥിലമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു പോസ്റ്റ് പെട്രോ ഡോളർ റിയാലിറ്റിയിലേക്കാണ് നമ്മൾ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഗോൾഡിൻ്റെ റെലവൻസ് കൂടി ഏതാണ്ട് റിസർവ് ബാങ്ക് ആണെങ്കിലും നമ്മുടെ വെളിയിലുണ്ടായിരുന്ന ഗോൾഡ് തിരിച്ചു കൊണ്ടുവന്നു. അപ്പോൾ പേപ്പറിലുള്ള ട്രസ്റ്റ് മാറി മെറ്റലിലേക്കുള്ള ട്രസ്റ്റിലേക്ക് തിരിച്ചു വന്നു. അതായത് $US ഒരു ഗ്ലോബൽ റിസർവ് 71% 1999 ഉണ്ടായിരുന്നെങ്കിൽ ഇതത് ഏതാണ്ട് 59% കുറഞ്ഞു. അപ്പോൾ ഡോളർ ഡിപ്പെൻഡൻസി കുറയ്ക്കുകയാണ്. രാഷ്ട്രങ്ങൾ വളരെ കെയർഫുള്ളാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഗോൾഡിൻ്റെ റെലവൻസ് ഇന്ന് കൂടിയത്, അതിൻ്റെ വില കൂടിയത്, അതിൻ്റെ ഡിമാൻഡ് കൂടിയത്. നമുക്ക് ഇന്ത്യയിലേക്ക് വരാം. ഇന്ന് ഭാരതത്തിലുള്ള ഒരു ഗോൾഡിൻ്റെ റിസർവ് എന്ന് പറയുന്നത് ഇവിടുത്തെ പ്രൈവറ്റ് റിസർവ്സാണ്. ഏതാണ്ട് 25,000 ടണ്ണോളം ഗോൾഡ് ഇവിടുത്തെ ഫാമിലികളുടെ കയ്യിലുണ്ട് എന്നുള്ളതാണ് കണക്കാക്കുന്നത്. ആർക്കും അറിയില്ല എത്രയുണ്ടെന്നുള്ളത്. ഏതാണ്ട് ഒരു $1.5 ട്രില്യൺ ഒരു അസറ്റ് ബേസ് നമ്മുടെ കയ്യിലുണ്ട്. പക്ഷേ ഇതുണ്ടെങ്കിലും ഇതൊരു രാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി യൂസ് ചെയ്യപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെപ്പറ്റി വലിയ ക്വസ്റ്റ്യൻസ് ആളുകൾ ആലോചിക്കുന്നുണ്ട്. ഇത് ഒരു ലിക്വിഡ് ഡില്യൂഷൻ, അത് എക്കണോമിക്കലി പറയുകയാണെങ്കിൽ ഒരു ലിക്വിഡ് ഡില്യൂഷൻ എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഏതാണ്ട് 800 ടൺ ആണ് ഗോൾഡ് ഇന്ത്യ $52 ബില്യൺ കൊടുത്ത് നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതാണ്ട് നമ്മുടെ ഓയിൽ പർച്ചേസിൻ്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ് ഈ $52 ബില്യൺ ബില്ല്. അപ്പോൾ ഈ വെൽത്ത് നമ്മൾ കൺവേർട്ട് ചെയ്ത് മെറ്റലാക്കുമ്പോൾ ഇത് പ്രൊഡക്റ്റീവ് അല്ല, ഇറ്റ് ഇസ് നോട്ട് പുട്ട് ഇൻ മോഷൻ. അപ്പോൾ അങ്ങനെ ഒരു കറണ്ട് അക്കൗണ്ട് ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. നമ്മുടെ രാഷ്ട്രത്തിന് ഈ പറയുന്ന ഒരു വലിയ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലേക്കാണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക്, ഒരു നിർമ്മാണ പ്രവർത്തനങ്ങളിലേക്ക് ചിലവാക്കേണ്ടത് ഒരു ഐഡിൽ അസറ്റായി മാറുന്നു എന്ന് പറയാം. നമുക്ക് കേരളത്തിൻ്റെ കാര്യം തന്നെ നോക്കാം. കേരളത്തിൽ ആക്ച്വലി നമ്മൾ 3% ഇന്ത്യയുടെ പോപ്പുലേഷനുള്ള നമ്മൾ ഏതാണ്ട് 20 മുതൽ 25% വരെ ഉള്ള നാഷണൽ ഡിമാൻഡ് ഇവിടെ നമുക്കുണ്ടെന്നാണ് പറയുന്നത്. 25%. അപ്പം 3% പോപ്പുലേഷൻ നമ്മൾ 20-25% നമ്മൾ ഡിമാൻഡ് ഇവിടെ കൂടുന്നു. ഇത് വലിയ ഒരു പ്രോബ്ലമായി തന്നെ ഈ ഒരു ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വളരെ ഹൈ ആണ് എന്നുള്ളതാണ് പല എക്കണോമിസ്റ്റുകളുടെയും ഒബ്സർവേഷൻ. അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു നാഷണൽ റെസ്പോൺസിബിലിറ്റി ഇല്ലേ, അല്ലെങ്കിൽ ഒരു നേഷൻ ബിൽഡിംഗ് റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ഞാൻ കുറച്ച് ചെറിയ കണക്കുകളൊന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇവിടെ കാര്യമായ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടുള്ളത് ഒരുപക്ഷെ നമ്മുടെ സ്മാർട്ട് സിറ്റി ആവാം, അതുപോലെ തന്നെ വിഴിഞ്ഞം നമുക്ക് തുറമുഖമാകാം, കൊച്ചി മെട്രോ ആകാം, ഇൻഫോ പാർക്ക്, ഇങ്ങനെയുള്ള വല്ലാർപാടം പോർട്ട്. അപ്പോൾ നമുക്കൊന്ന് ഓടിച്ച് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 15 വർഷം കൊണ്ടുള്ള ഇൻഫ്രാസ്ട്രക്ചറുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഏതാണ്ട് 6,000 കോടി വല്ലാർപാടത്തിനും, 7,000 കോടി കൊച്ചി മെട്രോയ്ക്കും, വിഴിഞ്ഞത്തിന് 7,000 കോടി, ഇൻഫോ പാർക്കിന് 2,500 കോടി. പക്ഷേ നമ്മൾ 15 വർഷത്തെ ഗോൾഡ് സ്പെൻഡിങ് എന്ന് പറഞ്ഞാൽ 20 മുതൽ 25 ലക്ഷം കോടി രൂപയായിട്ടാണ് എസ്റ്റിമേറ്റ് ചെയ്തിരിക്കുന്നത്. 20 to 25 lakh crore. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഒരു കുറേ കൂടെ ആലോചിച്ച് വേണ്ടേ ചെയ്യാൻ. അപ്പം ഈ പറയുന്ന റെമിറ്റൻസസിൽ നിന്നാണെങ്കിലും അല്ലെങ്കിൽ ഏതാണ്ട് ആനുവൽ റെമിറ്റൻസ് $110 ബില്യൺ വരുന്നതിൻ്റെ 25% നമ്മൾ വയ്ക്കുന്നു. അതിനകത്ത് 2.4, അതായത് 24 ലക്ഷം നോൺ റെസിഡൻറ്റ് ഇന്ത്യൻസ് കേരളത്തിൽ നിന്നാണ് കോൺട്രിബ്യൂഷൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് വളരെ ഹൈ ആണ്. പക്ഷേ ലീഗൽ, ഞാൻ ഈ പറയുന്നതെല്ലാം ലീഗലായിട്ടാണ്. ഇല്ലീഗലായിട്ട് വന്നിട്ടുള്ള ഗോൾഡും മറ്റുമൊക്കെ വേറെ കണക്ക്. പക്ഷേ എന്തായാലും ഇത് ഒരു ടോട്ടലി നമ്മൾ മാറ്റണം എന്നുള്ളതല്ല. പക്ഷേ ആ ഒരു ഗോൾഡിലേക്കുള്ള ഒരു അമിതമായ ഒരു ആസക്തി ഹോർഡ് ചെയ്യുന്നത് നമ്മുടെ നേഷൻ ബിൽഡിങ്ങിനെ സാരമായി ബാധിക്കും എന്ന് തന്നെയാണ് നമുക്ക് കണക്കാക്കാനുള്ളത്. എന്തായാലും ഈ പറയുന്ന ഒരു ഇനീഷ്യേറ്റീവായിട്ട് ഗോൾഡ് മോണിറ്റൈസിങ് സ്കീമെന്നും അതുപോലെ സോവറിൻ ഗോൾഡ് ബോണ്ടെന്നും ഒക്കെ പറഞ്ഞിട്ട് കേന്ദ്ര ഗവൺമെൻറ് പല പദ്ധതികളും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അത് അങ്ങനെ ഒരു വലിയ മൂവ്മെൻറ്റായി, ഒരു സോഷ്യൽ ഇനീഷ്യേറ്റീവായി പോയിട്ടില്ല.
ഹവർ ഇതിനെ പറ്റി വളരെ ഒരു റെസ്പോൺസിബിളായിട്ട് ചിന്തിക്കണം. ഒരു ജുവലറി ക്യാപിറ്റലായ കേരളം ഇതിനൊരു ലീഡുണ്ടാകണം. നമ്മുടെ ഒരു വെൽത്തിനകത്ത് വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കണം ഗോൾഡിലുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമ്മൾ ഇനി പോകുന്ന കാലത്ത് മെറ്റൽ, മെമ്മറി ആൻഡ് ഡിസിപ്ലിൻ ആയിരിക്കും ഇതൊരു ഒരു ഒരു ഇക്കണോമിക് സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്. മെറ്റൽ എന്ന് പറയുന്നാൽ ഗോൾഡ് പോലുള്ള പ്രഷ്യസ് മെറ്റൽ, മെമ്മറി എന്ന് പറയുന്നത് ഒരു വലിയ തോതിലുള്ള ബിറ്റ് കോയിൻ പോലുള്ള അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി പോലുള്ള ഒരു ഡിജിറ്റൽ കറൻസിയിലേക്കുള്ള ഒരു വ്യതിയാനം, അതുപോലെ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള വെൽത്ത് മാനേജ്മെൻറ്റ്. അങ്ങനെ ഭാരതത്തിന് ഒരു സെർട്ടൻലി ഒരു വലിയ ഒരു എക്കണോമിക് പവറായി മാറാനുള്ള ചാൻസാണ് ഇന്ന് ഉണ്ടായിരിക്കുന്നത്. താങ്ക് യു.